ആധുനിക റഡാർ സംവിധാനങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒരു യുദ്ധവിമാനം സൃഷ്ടിക്കുക എന്നതാണ് അഡ്വാൻസ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് അഥവാ AMCA പദ്ധതി കൊണ്ട് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ വിജയമായിട്ടാണ് കാണുന്നത്. ഈ വികസനം ചൈന, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളെ ഇന്ത്യൻ അതിർത്തിയിൽ അതിക്രമിച്ച് കടക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യും. തദ്ദേശീയമായി ഇങ്ങനെ ഇന്ത്യ നിർമ്മിക്കുന്ന ഈ 5ാം തലമുറ യുദ്ധവിമാനം അവതരിപ്പിക്കുന്നതോടെ അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ എലൈറ്റ് രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയും വരും. AMCA പദ്ധതി പ്രകാരം വികസിപ്പിച്ചെടുത്ത ഈ യുദ്ധവിമാനങ്ങളിൽ 120 എണ്ണം വാങ്ങാനാണ് ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേന പദ്ധതിയിടുന്നത്. ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാം ഒരു നിർണായക ഘട്ടത്തിലെത്തി എന്ന് വേണം പറയാൻ. രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് സംരംഭമാണ് ഇന്ത്യയുടെ AMCA പദ്ധതി. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ പദ്ധതി ഉൽപാദനത്തോടടുക്കുകയാണ്. പ്രാരംഭഘട്ടത്തിൽ ഏകദേശം 120 AMCA ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യൻ വ്യോമസേനയ്ക്കായി നിർമ്മിക്കുമെന്നും 2035-ൽ ഡെലിവറി ആരംഭിക്കുമെന്നുമാണ് പ്രതിരോധ വൃത്തങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശത്രു റഡാറുകളുടെ കണ്ടെത്തലില്ലാതെ ആഴത്തിലുള്ള ആക്രമണം നടത്താൻ കഴിവുള്ള വിമാനങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് AMCA പദ്ധതിയുടെ ലക്ഷ്യം. റിപ്പോർട്ടുകൾ പ്രകാരം 2 പതിപ്പുകളാണ് ഇന്ത്യ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആദ്യത്തേതായ AMCA മാർക്ക് 1-ൽ ഒരു അമേരിക്കൻ GE F414 എഞ്ചിനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തേതായ AMCA മാർക്ക് 2-വിൽ ഇന്ത്യയും ഫ്രാൻസിലെ സഫ്രാനും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത 120 kN ത്രസ്റ്റ് എഞ്ചിൻ ഉപയോഗിക്കും എന്നാണ് പറയുന്നത്. ഈ സംയുക്ത എഞ്ചിൻ വികസന പദ്ധതിക്ക് $7.2 ബില്യൺ ചെലവാകും. ഇത് ഇന്ത്യക്ക് പൂർണ്ണ സാങ്കേതിക കൈമാറ്റവും ഭൗതിക സ്വത്തവകാശവും നൽകും. ഈ 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ, AMCയുടെ കീഴിൽ വികസിപ്പിച്ചെടുത്ത യുദ്ധവിമാനത്തിൽ 25 ടൺ വീതമുള്ള 2 എഞ്ചിനുകൾ ഉണ്ടായിരിക്കും. ഇതിന്റെ പരമാവധി വേഗത മാക്ക് 2.15 ആണ്. പോരാട്ട പരിധി 1620 കിലോമീറ്ററും ഫെറി പരിധി 5324 കിലോമീറ്ററുമാണ്. സർവീസിംഗ് സീലിംഗ് എന്ന് പറയുന്നത് 20,000 മീറ്റർ അഥവാ 65,000 അടിയാണ്. പേലോഡ് ശേഷി എന്ന് പറയുന്നത് 6500 കിലോഗ്രാം ആണ്. ഇന്ത്യയുടെ ഡിഫൻസ് ന്യൂസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ പദ്ധതി പ്രകാരം ഓരോ യുദ്ധവിമാനത്തിനും $140 മില്യൺ ആണ് ചിലവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം $18 ബില്യൺ അഥവാ 1,57,844 കോടി രൂപ ചെലവിൽ 120 ജെറ്റുകൾ വാങ്ങാനാണ് വ്യോമസേന പദ്ധതിയിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഇത്രയും വലിയൊരു വിമാനങ്ങൾ ഏറ്റെടുക്കുന്നത് വ്യോമസേനയുടെ ശക്തി ഗണ്യമായി വർദ്ധിപ്പിക്കും. ഇത് മാത്രമല്ല, തേജസ് യുദ്ധവിമാന പദ്ധതി പ്രകാരം 4.5 തലമുറ യുദ്ധവിമാനങ്ങളും ഇന്ത്യ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. AMCയുടെ കീഴിൽ വികസിപ്പിച്ചെടുത്ത 5ാം തലമുറ യുദ്ധവിമാനങ്ങളിൽ ഇന്ത്യയുടെ തദ്ദേശീയ ഉത്തം AESA റഡാർ ആയിരിക്കും ഘടിപ്പിക്കുക. ഇവയ്ക്ക് 150 കിലോമീറ്ററിലധികം അകലെ നിന്ന് യുദ്ധവിമാനങ്ങളുടെ വലിപ്പമുള്ള ലക്ഷ്യങ്ങളെ കണ്ടെത്താൻ കഴിയും. ഇതിൽ AI ഓപ്പറേറ്റഡ് മൾട്ടി സെൻസർ ഡേറ്റ ഫ്യൂഷൻ സിസ്റ്റം, ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക്, ഒരു സംയോജിത വാഹന ആരോഗ്യ നിരീക്ഷണ സംവിധാനം എന്നിവയും ഉൾപ്പെടും. അതായത് ശത്രുക്കൾ പ്രതികരിക്കുന്നതിന് മുൻപ് തന്നെ അവരെ ലക്ഷ്യം വെക്കാൻ സഹായിക്കുന്ന ഒരു കഴിവായിരിക്കും പൈലറ്റിന് ഈ സാങ്കേതിക വിദ്യ മൂലം ലഭിക്കാൻ പോകുന്നത്. 2025 മുതൽ 2027 വരെ ഇതിന്റെ പ്രോട്ടോടൈപ്പ് നിർമ്മാണവും സിസ്റ്റം സംയോജനവും നടക്കും. 2028 മുതൽ 2029 വരെ ആദ്യ വിമാനയാത്രയും പ്രാരംഭ പരീക്ഷണവും നടത്തും. 2030 മുതൽ 2034 വരെ പരീക്ഷണങ്ങളും സർട്ടിഫിക്കേഷനും നടത്തും. 2035-ഉം അതിനുശേഷവും വ്യോമസേനയിലേക്കുള്ള ഉൽപാദനവും പ്രവേശനവുമായിരിക്കും. ഇതിൽ നമ്മുടെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധ സംവിധാനങ്ങളുടെ സംയോജനം നോക്കുകയാണെങ്കിൽ, സ്റ്റെൽത്ത് ശേഷിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ 6 ആസ്ട്ര മാർക്ക് 2 മിസൈലുകൾ വഹിക്കാൻ വേണ്ടി AMCയുടെ ഇന്റേണൽ വെപ്പൺ ബേസ് സിസ്റ്റം പുനർരൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ യുദ്ധവിമാനത്തിൽ ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് NG സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ, SAND ആന്റി ടാങ്ക് മിസൈലുകൾ, രുദ്രം ആന്റി റേഡിയേഷൻ മിസൈലുകൾ എന്നിവയും സജ്ജീകരിച്ചിരിക്കും. അതേപോലെ തന്നെ ഈ പദ്ധതിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നത് HAL മാത്രമല്ല, ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ്, അദാനി ഡിഫൻസ്, L&T, ഭാരത് ഫോർജ്, ഗ്ലുഡക് ഇന്ത്യ തുടങ്ങിയ സ്വകാര്യ കമ്പനികളെയും ഉൾപ്പെടുത്തി ഒരു മത്സര വ്യവസായ പങ്കാളിത്ത മാതൃകയ്ക്കാണ് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇത് ഉൽപാദനത്തിന്റെ വേഗതയും ഗുണനിലവാരവും വർദ്ധിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. AMCA വെറുമൊരു യുദ്ധവിമാനം മാത്രമല്ല, ഇന്ത്യയുടെ സ്വാശ്രയ പ്രതിരോധ ശേഷിയിലേക്കുള്ള ഒരു സുപ്രധാന കുതിച്ചുചാട്ടമാണ്. ഈ പദ്ധതി ഒരു വ്യാവസായിക ആവാസ വ്യവസ്ഥയാണ് വളർത്തിയെടുക്കുന്നത്. വരും വർഷങ്ങളിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക മാത്രമല്ല, ആഗോള എയറോസ്പേസ് കളിക്കാരനായി സ്ഥാപിക്കുകയും ചെയ്യും. ബജറ്റ് അടക്കം സാങ്കേതിക അപകട സാധ്യത, വ്യവസായ ഏകോപനം എന്നിവ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാനുള്ള ഇന്ത്യയുടെ കഴിവിനെ ആശ്രയിച്ചിരിക്കും ഈ പദ്ധതിയുടെ വിജയം. 2035-ൽ ആദ്യത്തെ AMCA യുദ്ധവിമാനങ്ങൾ IAF-ൽ ഉൾപ്പെടും. ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷമായിരിക്കും ഇത്.
അതേപോലെ തന്നെ ഈ സ്റ്റെൽത്ത് ഫൈറ്ററിനെ ഒരു പച്ച കോട്ടിംഗ് ഉൾപ്പെടുത്താനാണ് DRDO ഒരുങ്ങുന്നത്. ഒരു ഇന്ത്യൻ നിർമ്മിത യുദ്ധവിമാനത്തിൽ ദോഷകരമായ രാസവസ്തുക്കളിൽ നിന്ന് പൂർണ്ണമായും മുക്തമായ ഒരു കോട്ടിംഗ് ഉൾപ്പെടുത്തുന്നത് ഇതാദ്യമായിട്ടാണ്. അത്യാധുനിക സൈനിക നവീകരണത്തെയും പരിസ്ഥിതി സുസ്ഥിരതയെയും സമന്വയിപ്പിക്കുന്ന ആത്മനിർഭർ ഭാരത് സംരംഭത്തിന് കീഴിൽ ഇന്ത്യ ബഹിരാകാശത്തെ സ്വാശ്രയത്തിലേക്ക് നീങ്ങുമ്പോൾ പ്രകടനത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ പരിസ്ഥിതി സൗഹൃദ ഉൽപാദന പ്രക്രിയകളോടുള്ള പ്രതിബദ്ധതയാണ് ഈ വികസനം കാണിക്കുന്നത്. പരമ്പരാഗത റഡാർ ആഗിരണം ചെയ്യുന്ന വസ്തുക്കൾക്കപ്പുറം എയർഫ്രെയിം ഷേപ്പിംഗ്, ഹീറ്റ് സിഗ്നേച്ചർ മാനേജ്മെന്റ്, ഇപ്പോൾ ഇതാ നൂതനമായ ഗ്രീൻ കോട്ടിംഗ് എന്നിവ സംയോജിപ്പിക്കുന്നതിന് സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയിലുള്ള ശ്രദ്ധയാണ് AMCയെ വ്യത്യസ്തമാക്കുന്നത്. ശത്രു റഡാറുകൾക്ക് ജെറ്റിനെ ഏതാണ്ട് അദൃശ്യമാക്കുക, മത്സരാധിഷ്ഠിത വ്യോമാതിർത്തിയിൽ അതിജീവനം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ സമഗ്ര സമീപനത്തിന്റെ ലക്ഷ്യം. ഈ നവീകരണത്തിന്റെ കാതൽ അൺലാക്കിയ മെറ്റാ മെറ്റീരിയൽ സർഫേസ് കോക്കിംഗ് സിസ്റ്റം ആണ്. ഇത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാൺപൂരിലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്ത ഒരു മുന്നേറ്റ സ്റ്റെൽത്ത് കോട്ടിംഗ് ആണ്. 2024 നവംബറിൽ ആരംഭിച്ച അൺലാക്കിയ, സംസ്കൃതത്തിൽ അദൃശ്യം എന്നാണ് ഇതിനർത്ഥം. റഡാർ ഡിറ്റക്ഷൻ മുതൽ പ്രത്യേകിച്ച് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ സിസ്റ്റങ്ങൾ വരെയുള്ള ഫൈറ്റർ ജെറ്റുകൾ ഉൾപ്പെടെയുള്ള സൈനിക ആസ്തികളെ മറയ്ക്കാൻ നൂതന തരംഗ ആഗിരണം ചെയ്യുന്ന മെറ്റാ മെറ്റീരിയലുകളാണ് ഉപയോഗിക്കുന്നത്. വൈദ്യുത കാന്തിക ആഗിരണത്തിനായി വിഷ രാസവസ്തുക്കളെ ആശ്രയിക്കുന്ന പരമ്പരാഗത റഡാർ ആഗിരണം ചെയ്യുന്ന പെയിന്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ദോഷകരമായ വസ്തുക്കളിൽ നിന്ന് മുക്തമായ രീതിയിൽ അൺലാക്കിയ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇതൊരു ഇന്ത്യൻ ഫൈറ്റർ ജെറ്റിനുള്ള ആദ്യത്തെ ഇത്തരത്തിലുള്ള കോട്ടിംഗ് ആണ്. ഈ സാങ്കേതിക വിദ്യ റഡാർ തരംഗങ്ങളുടെ വിശാലമായ ശ്രേണിയെ ആഗിരണം ചെയ്യുന്നു, അവയെ നിസാരമായി താപമാക്കി മാറ്റുകയോ ചിതറിക്കുകയോ ചെയ്യുന്നു. ഇത് ഏതാണ്ട് പൂർണ്ണമായ അദൃശ്യത കൈവരിക്കുന്നു. ഇതിന്റെ 90%-ലധികം വസ്തുക്കളും ആഭ്യന്തരമായിട്ടാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇത് ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ഉൽപാദന സമയത്തെ പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ കോട്ടിംഗ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് AMCയുടെ ഈ കുറഞ്ഞ റഡാർ ക്രോസ് സെക്ഷനെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, MiG-29 പോലുള്ള വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികളെ ബാധിച്ച ദ്രുതഗതിയിലുള്ള ഡീഗ്രഡേഷൻ തുടങ്ങിയ ലെഗസി കോട്ടിങ്ങുകളുമായി ബന്ധപ്പെട്ട ദീർഘകാല പ്രശ്നങ്ങൾക്ക് ഇത് പരിഹാരമാവുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ ഫോർമുലേഷൻ പരമ്പരാഗത സ്റ്റെൽത്ത് പെയിന്റുകളിൽ സാധാരണയായി കാണപ്പെടുന്ന അസ്ഥിര ജൈവ സംയുക്തങ്ങളെയും ഖനലോഹങ്ങളെയും ഇല്ലാതാക്കും. അതുമൂലം ഇത് തൊഴിലാളികൾക്ക് ആരോഗ്യകരമായ അപകട സാധ്യതകളും നിർമ്മാർജ്ജന സമയത്തെ പാരിസ്ഥിതിക അപകടങ്ങളും ഒഴിവാക്കുന്നു. ഈ മെറ്റാ മെറ്റീരിയലുകൾക്ക് മുൻഗണന നൽകുന്നതിലൂടെ ഭാവിയിലെ കയറ്റുമതിയെയും സഹകരണങ്ങളെയും സ്വാധീനിക്കാൻ സാധ്യതയുള്ള പച്ച പ്രതിരോധ സാങ്കേതിക വിദ്യയ്ക്ക് ഇന്ത്യ ഒരു ആഗോള മാനദണ്ഡം സ്ഥാപിച്ചെടുക്കുകയാണ്. ഇങ്ങനെ ഈ പച്ച കോട്ടിംഗ് ചെയ്യുന്നത് മൂലമുള്ള ഇരട്ട നേട്ടങ്ങൾ അന്താരാഷ്ട്ര പങ്കാളിത്തത്തിനുള്ള വാതിലുകളാണ് ഇന്ത്യയുടെ മുൻപിൽ തുറന്നു കൊടുക്കുന്നത്. ഉദാഹരണത്തിന് 2025 ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ച AMCA എഞ്ചിൻ വികസനത്തിനായി ഫ്രാൻസുമായുള്ള സഹകരണം. ഇങ്ങനെ ഇന്ത്യയുടെ അഭിലഷണീയമായ 5ാം തലമുറ യുദ്ധവിമാന പദ്ധതി അഥവാ AMCA സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് മുന്നേറുകയാണ്. ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.